മറ്റേ ഹീമോഡൈനാമിക് ഡിസോർഡേഴ്സിലെ ഫസ്റ്റ് എടുത്തിട്ടുണ്ടാവും. അതിലാണ് ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പൊ ബേസിക് എന്ന് പറയുമ്പോ ഏകദേശം ഇതാണ് ഇപ്പോ ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നോർമൽ അതായത് ഹീമോഡൈനാമിക്സ് മെയിൻ്റെനൻസ് എങ്ങനെയാണ്, നോർമൽ ബ്ലഡ് ഫ്ലോ ഒക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഇത് പറയാം. അപ്പോൾ സപ്പോസ് ഇത് നമ്മളെ എൻറ്റയർ ബോഡി സർക്കുലേഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് ഇതാണ് നമ്മുടെ ആർട്ടീരിയോൾ എൻഡ്, ഇതാണ് കാപ്പിലറീസ്, വെന്യൂൾസ്. നോർമൽ ഒരു കാപ്പിലറി സിസ്റ്റം, കാപ്പിലറി ഉണ്ട്, ആർട്ടീരിയോൾ ഉണ്ട്, പിന്നെ വെന്യൂൾസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പ്രഷറാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ജസ്റ്റ് ഇതൊരു പോസിറ്റീവ് പ്രഷറാണ്. പോസിറ്റീവ് പ്രഷർ എന്ന് പറയുമ്പോൾ ഇതൊരു സക്കിംഗ് പ്രഷർ അല്ല, മറിച്ച് എക്സേർട്ട് ചെയ്യുന്ന ഒരു പുറത്തേക്കുള്ള ഒരു എന്താ പറയുക ഇജക്റ്റിംഗ് പ്രഷർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു പോസിറ്റീവ് പ്രഷറാണ്. ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ബി.പി, ദാറ്റ് ഈസ് ബ്ലഡ് വോളിയം. എത്രത്തോളം ബ്ലഡ് വോളിയം ഉണ്ടോ അതിനനുസരിച്ച് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടും. ആൻഡ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ് പ്രഷർ. അപ്പൊ ഇത് എന്താ പറയാ, പ്രഷർ എക്സേർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ. ഈ ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് പ്രഷറാ. നെഗറ്റീവ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താ, അതൊരു സക്കിംഗ് പ്രഷറാ, അത് ഇങ്ങോട്ട് വലിക്കുക ചെയ്യാം. അപ്പോ ദിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രോട്ടീൻസ്, മെയിൻലി ആൽബുമിൻ. അപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മളെ ബ്ലഡ് സർക്കുലേഷനിൽ എന്തുണ്ട്, നമുക്ക് കുറെ പ്രോട്ടീൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രോട്ടീൻസ് കുറവാണ്. സപ്പോസ് ഹൈപ്പോ ആൽബുമിനീമിയ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പോ പ്രോട്ടീനീമിയ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ അവസ്ഥ, അപ്പൊ ഇവിടെ ഈ ഓങ്കോട്ടിക് പ്രഷർ കുറഞ്ഞ് അല്ലെ, കാരണം ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻസ്. അപ്പൊ ഹൈപ്പോ പ്രോട്ടീനീമിയ കേസിൽ പ്രോട്ടീൻസ് കുറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എന്താ, ഓങ്കോട്ടിക് പ്രഷർ കുറഞ്ഞ്. അപ്പോ ഓങ്കോട്ടിക് പ്രഷർ കുറഞ്ഞെന്ന് പറഞ്ഞാൽ ദർ ഇസ് എ റിലേറ്റീവ് ഇൻക്രീസ് ഇൻ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ആക്ച്വലി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടിയിട്ടില്ല, പക്ഷെ ഈ ഓങ്കോട്ടിക് പ്രഷറിന്റെ കുറവ് കാരണം ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടി. ആൻഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇസ് എ കൈൻഡ് ഓഫ് പോസിറ്റീവ് പ്രഷർ ആണ്. പോസിറ്റീവ് പ്രഷർ എന്ന് പറയുമ്പോൾ അത് പുറത്തേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് എന്തുണ്ടാവും, നെറ്റ് ഔട്ട്വേർഡ് ഫ്ലോ ആണ് ഉണ്ടാവുക. നെറ്റ് ഔട്ട്വേർഡ് ഫ്ലോക്ക് കാരണം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇസ് ഹൈ, അപ്പൊ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഈ ഹൈപ്പോപ്രോട്ടീനീമിയ ഉള്ള കേസിലൊക്കെ എന്താ ഉണ്ടാവുക, ഈ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ പുറത്ത് പോണത് ബോഡിന്റെ പുറത്തേക്കല്ല, മറിച്ച് എക്സ്ട്രാ വാസ്കുലർ, ഇത് വാസ്കുലർ സിസ്റ്റം അല്ല, അപ്പൊ എക്സ്ട്രാ വാസ്കുലർ ആണ് പോണത്. അപ്പൊ ഈ പോണത് കിട്ടുന്നത് ടിഷ്യൂസിന്. അപ്പൊ ടിഷ്യൂസിൽ കിട്ടുമ്പോഴാണ് നമുക്ക് എഡീമ വരുന്നത്. കാരണം ഇതൊരു നോർമൽ സെനാരിയോ അല്ല. ഇവിടെ ഹൈപ്പോപ്രോട്ടീനീമിയ കാരണം എന്തുണ്ടായി, ടിഷ്യൂസിൽ എക്സ്ട്രാ ഫ്ലൂയിഡ് വോളിയം ഉണ്ട്. മറിച്ച് ഇപ്പൊ നോർമൽ, ഇതിപ്പോ ഞാൻ പറഞ്ഞതൊരു എന്താ പറയാ, ഇപ്പൊ സപ്പോസ് ഒരു നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള ഒരാളുടെ കേസ് അങ്ങനത്തെ ഒക്കെ ഒരു കാര്യമാണ്. കാരണം അയാൾക്ക് ലിപ്പിഡ്യൂറിയ ഉള്ളതുകൊണ്ട് ഹൈപ്പോപ്രോട്ടീനീമിയ അയാൾക്ക് ആൽബുമിനൂറിയ ഉള്ളതുകൊണ്ട് ഹൈപ്പോപ്രോട്ടീനീമിയ ഉള്ള ഒരു കേസിൽ പറഞ്ഞതാ. ഇനി ഒക്കെ വിട്, ഒരു നോർമൽ ഇൻഡിവിജ്വൽ, ഈ നോർമൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ കൂടി എന്താണ്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഈക്വൽ ടു ഓങ്കോട്ടിക് പ്രഷർ അല്ല. എപ്പോഴും എന്തായിരിക്കും, ആർട്ടീരിയോളാർ എൻഡില് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ് ഹൈ. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ എന്തായാലും കുറച്ച് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ട് എഡീമ വരണില്ല എന്ന്. അതിനാണ് എന്ത്, നമുക്ക് ലിംഫാറ്റിക്സ് ഉള്ളത്. ഈ ലിംഫാറ്റിക് ചാനൽ എന്ത് ചെയ്യും, അപ്പൊ നമ്മള് ടിഷ്യൂല് എന്താ പറയാ എക്സസ് വോളിയം ഉണ്ട്. അപ്പൊ ഈ എക്സസ് വോളിയം ആണ് എന്ത് ചെയ്യണത്, നമുക്ക് ഈ ഇവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ആദ്യം ആർട്ടീരിയോളർ എൻഡ് മാത്രം പറയാം. ആർട്ടീരിയോളർ എൻഡ് ആകുമ്പോൾ നോർമൽ ഇൻഡിവിജ്വലിന്റെ കേസിൽ ബ്ലഡ് പുറത്തേക്ക് പോകും, ഫ്ലൂയിഡ് പുറത്തേക്ക് പോകും, ടിഷ്യൂസിലേക്ക് പോകും. അപ്പൊ നമ്മൾ വിചാരിക്കും എഡീമ ഉണ്ടാവും എന്ന്. പക്ഷെ അതല്ല കേസ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ആർട്ടീരിയോളർ എൻഡിൽ എന്താ ഉണ്ടായത്, കുറെ ഫ്ലൂയിഡ് പുറത്തേക്ക് പോയി. അപ്പൊ ഈ പുറത്തേക്ക് പോണതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കുറയല്ലേ ചെയ്യണത്. കാരണം ഇപ്പൊ ബ്ലഡ് വോളിയം പണ്ടത്തെ പോലെ ഇല്ല. കാരണം ഇനീഷ്യലി എന്തായിരുന്നു, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുതലായിരുന്നത് കൊണ്ട് ഈ കുറച്ച് ഫ്ലൂയിഡ് എക്സ്ട്രാവാസ്കുലർ ടിഷ്യൂവിന് പോയി. പക്ഷെ ഇപ്പോ ഏകദേശം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വോളിയം. അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്കും എന്തായി, കാപ്പിലറി എത്തുമ്പോഴേക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കുറച്ച് കുറഞ്ഞ്, കാരണം ഇവിടുന്ന് കുറെ ഫ്ലൂയിഡ് പോയതുകൊണ്ട് കുറച്ച് കുറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇസ് ഈക്വൽ ടു ഓങ്കോട്ടിക് പ്രഷർ. അപ്പൊ ഇവിടെ നെറ്റ് ഫ്ലോ ഒന്നും ഇല്ല. ഇനി ഇവിടെ നോക്ക്, ഇവിടെ വെന്യൂൾസിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കുറഞ്ഞ് തീരെ ഇല്ലാണ്ടായി. പിന്നെ അത് മാത്രമല്ല, വെന്യൂലാർ എൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വെന്യൂൾസിൽ മെയിൻ ആയിട്ട് എന്താ ഉള്ളത്,
എല്ലാ ടിഷ്യൂസിലത്തെ എല്ലാ വേസ്റ്റും ടോക്സിക് മെറ്റബോളൈറ്റ്സും ഒക്കെ റിസീവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഭയങ്കര കുറവാണ്, തിരിച്ച് ഓങ്കോട്ടിക് പ്രഷർ ആണ് കൂടുതൽ. അപ്പൊ ഓങ്കോട്ടിക് പ്രഷർ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പ്രഷർ ആണ്, സക്കിംഗ് പ്രഷർ ആണ്. അപ്പൊ ഇത് സക്ക് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ഈ എക്സ്ട്രാവാസ്കുലർ ടിഷ്യൂവിൽ നമ്മൾ പറഞ്ഞല്ലോ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുതലായതുകൊണ്ട് കുറെ ടിഷ്യൂസിക്ക് പോയി. അപ്പൊ ആ എക്സസ് വരുന്നത് ഈ വെന്യൂലാർ എൻഡിൽ നിന്ന് തിരിച്ചു പിടിക്കും. ഓക്കെ, അപ്പൊ പിന്നെയും കുറച്ച് ഫ്ലൂയിഡ് എക്സസ് ഉണ്ടെങ്കിൽ അത് ലിംഫാറ്റിക് ചാനൽ വഴി കയറും. ലിംഫാറ്റിക് ചാനൽ വഴി കയറും. അവസാനം എല്ലാം കൂടെ ഹാർട്ടിലേക്ക് എത്തും. ഹാർട്ടിൽ നിന്ന് പിന്നെ എന്താ പറയാ ഇത് പമ്പ് ചെയ്തിട്ട് ഓർഗൻസിക്ക് എത്തിക്കും. അപ്പൊ ഇവിടുന്ന് കിഡ്നി എത്തുമ്പോ കിഡ്നി എന്ത് ചെയ്യും, കുറച്ച് യൂറിനായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യും, കുറച്ച് വാട്ടർ ഇസ് റീഅബ്സോർബ്ഡ് ഇൻ ദ ട്യൂബ്യൂൾസ്, പിന്നെ അത് ബാക്കി സർക്കുലേഷനിൽ കയറിയിട്ട് തിരിച്ച് അതായത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ പറഞ്ഞതില്? ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിന്റെ ജസ്റ്റ് ഓവർവ്യൂ ഞാൻ പറഞ്ഞതാ. എന്തെങ്കിലും ഡൗട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ആർക്കെങ്കിലും ഇല്ലല്ലോ, ഞാൻ ഡൗട്ടിലാന്ന് വിചാരിക്കണം. അപ്പൊ ഇനി ജസ്റ്റ് നമുക്ക് ടോപ്പിക്കിൽ കിടക്കാം. ഇതായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക ഇതായിരിക്കും. ഓക്കെ, അപ്പൊ ഹീമോഡൈനാമിക് ഡിസോർഡേഴ്സ് പ്രോപ്പർ നമ്മൾ ടോപ്പിക് കിടക്കാം. ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഷോക്ക്, എംബോളിസം, ത്രോംബോസിസ്. ഇതിൽ കണ്ടാൽ മനസ്സിലാവും ഷോക്ക് ഒക്കെ 8 മാർക്കേഴ്സ് ചോദിച്ചിട്ടുണ്ട്, എംബോളിസം, ത്രോംബോസിസ്, പിന്നെ CVC, DIC, ഇൻഫാക്ഷൻ, അതൊക്കെ എക്സുഡേറ്റ്, ട്രാൻസുഡേറ്റ്. ഇതിൽ എക്സുഡേറ്റ് ആൻഡ് ട്രാൻസുഡേറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എഡീമ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്ന് ഇപ്പം ഇത്രയും ടോപ്പിക്കാ പറയാനുള്ളത്. അതിൽ എഡീമ ഓൾറെഡി കവർ ചെയ്തുകൊണ്ട് ബാക്കി ഇത്രയും ടോപ്പിക് ഉണ്ട്. അപ്പൊ നമുക്ക് ഹൈപ്പറീമിയ ആൻഡ് കൺജഷൻ വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, കൺജഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഹൈപ്പറീമിയ, എന്താണ് കൺജഷൻ? ഓക്കെ, ഇപ്പോ എന്താ വെച്ചാ നമ്മൾ നേരത്തെ വരച്ച സംഭവം തന്നെ. ഇതിപ്പോ ആർട്ടീരിയോളർ എന്താണ്, സപ്പോസ് ഇതാണ് കാപ്പിലറീസ്, പിന്നെ ഇതെന്താണ്, ഇതാണ് വെന്യൂൾസ്. അപ്പൊ ഇവിടെ എന്താ വിചാരിക്കുക, there is arteriolar dilatation ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ when there is arteriolar dilatation എന്താണ്, എക്സസ് ഇൻഫ്ലോ ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് നമുക്ക് ടിഷ്യൂലേക്ക് കയറുന്നത്, അല്ലെങ്കിൽ ഓക്കെ എക്സസ് ബ്ലഡ് കയറുന്നുണ്ട്. അതായത് ഇപ്പൊ ഹൈപ്പറീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് പ്രോസസ്, there is active entry of blood. കാരണം എന്താ, ആർട്ടീരിയോളർ ഡൈലറ്റേഷൻ കാരണം there is active entry of blood into the tissue. അപ്പൊ ഇതാണ് ഹൈപ്പറീമിയ. ഇനി നോക്ക്, ഓക്കെ, ഇത് വെന്യൂലാർ എൻഡ് അല്ലേ. ഈ വെയിൻ ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇവിടെ ഈ ബ്ലഡ് ഒന്ന് പൂൾ ചെയ്യും. അപ്പോഴും എന്താണ്, there is increased blood in the tissue അല്ലേ. ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഹൈപ്പറീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is arteriolar vasodilation കാരണം there is increased blood flow, increased oxygenated blood flow. അതാണ് ഹൈപ്പറീമിയ. അതുകൊണ്ട് തന്നെ ഹൈപ്പറീമിയ is an active process, കാരണം there is inflow of the blood, oxygenated blood ആണ്. ഇത് എപ്പോഴാണ് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എക്സസൈസിങ് മസിൽ, ഈ എക്സസൈസിങ് മസിലിന് there is increased oxygen demand. അപ്പൊ ഓക്സിജൻ ഡിമാൻഡ് കൂടുമ്പോൾ ഈ എക്സസൈസിങ് മസിലുള്ള ബ്ലഡ് വെസൽസ് ഡൈലേറ്റഡ് ആവും. അപ്പൊ ഡൈലേറ്റഡ് ആവുമ്പോൾ എന്താണ്ടാവും, there is increased inflow, ആ ഓക്സിജൻ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ഹൈപ്പറീമിയ. അപ്പൊ ബോത്ത് ഹൈപ്പറീമിയ ആസ് വെൽ ആസ് കൺജഷൻ റെഫേഴ്സ് ടു ഇൻക്രീസ് ഇൻ ബ്ലഡ് വോളിയം. നമ്മളിപ്പോ ഗ്രോസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഓർഗൻ ഹൈപ്പറീമിയ ആണെങ്കിലും കൺജഷൻ ആണെങ്കിലും ഓർഗൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യും. കാരണം രണ്ടാണെങ്കിലും എന്താണ്, there is increased amount of blood volume within the tissue. അപ്പൊ അതാണ് ഇപ്പൊ ഹൈപ്പറീമിയ എങ്ങനെ ഞാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ എക്സസൈസിങ് മസിൽ, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താ ഉണ്ടാവുക, there is vasodilation ഉണ്ടാവും അല്ലെ. ഇൻഫ്ലമേഷൻ നടക്കുമ്പോൾ there is vasodilation. അപ്പോഴും എന്താണ്, increased blood flow into the tissue. അല്ലെങ്കിൽ ഇപ്പോ നോർമൽ സിറ്റുവേഷനിൽ തന്നെ ഇപ്പോ എന്താ ഫ്ലഷിങ് അല്ലെങ്കിൽ ബ്ലഷിങ്, ഈ സമയത്തൊക്കെ നമ്മുടെ ഫേസ് ഒക്കെ ബ്ലഷ് ചെയ്യുമ്പോഴും there is hyperemia അല്ലെങ്കിൽ increased vasodilation കാരണം increased inflow of arterial blood. കൺജഷൻ എന്ന് പറയുമ്പോൾ ഐ എം ഒബ്സ്ട്രക്ടിങ് ദ വെന്യൂലാർ എൻഡ്സ്. അപ്പൊ വെയിൻസ് ഒബ്സ്ട്രക്റ്റഡ് ആവുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ബ്ലഡ് പൂളിംഗ് കാരണം
എന്ത് ബ്ലഡ് പൂളിംഗ് കാരണം ദർ ഇസ് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ബ്ലഡ് വിത്തിൻ ദ ടിഷ്യൂ. പക്ഷെ രണ്ടും ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ബ്ലഡ് വോളിയം ആണെങ്കിലും രണ്ടിന്റെയും അണ്ടർലൈൻ മെക്കാനിസം ഇസ് ഡിഫറെന്റ്. ഒരെണ്ണം ആർട്ടീരിയൽ ബ്ലഡ് ആണ്, ഒരെണ്ണം എന്താ പറയാ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, അതായത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഇസ് എൻ ആക്റ്റീവ് പ്രോസസ്, അവിടെ ആക്റ്റീവ് എൻട്രി ഉണ്ട്. ഇവിടെ ദിസ് ഇസ് എ പാസീവ് പ്രോസസ്. ഇങ്ങോട്ട് ബ്ലഡ് എൻട്രി ഒന്നും ഇല്ല, പക്ഷെ ഔട്ട്ഫ്ലോ കുറഞ്ഞ കാരണം അവിടെ ബ്ലഡ് കെട്ടിക്കിടക്കണം, അത്രയാണ്. അപ്പൊ അതാണ് ഹൈപ്പറീമിയൻ കൺജഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇത് നോക്കൂട്ടോ, ഹൈപ്പറീമിയ വേഴ്സസ് കൺജഷൻ. ഇവിടെ രണ്ടും എന്താണ്, ഇൻക്രീസ്ഡ് വോളിയം ഓഫ് ബ്ലഡ് ഇൻ ദ ടിഷ്യൂ. പക്ഷെ ഹൈപ്പറീമിയ ഇസ് എൻ ആക്റ്റീവ് പ്രോസസ്, കൺജഷൻ ഇസ് എ പാസീവ് പ്രോസസ്. ഇവിടെ ദർ ഇസ് ആർട്ടീരിയോളർ ഡൈലേഷൻ, ഇവിടെ വീനസ് ഒബ്സ്ട്രക്ഷൻ ആണ്. അപ്പോ ഹൈപ്പറീമിയന്റെ കേസിൽ നമ്മൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല എൻട്രി ചെയ്യുന്നത്, therefore the organ looks pink or red in color. ഇവിടെ കൺജഷൻ എന്ന് പറയുമ്പോൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ബ്ലൂയിഷ് കളർ അല്ലെങ്കിൽ ബ്ലൂയിഷ് റെഡ്, ഒരു സയനോസിസ് വന്ന പോലത്തെ ഒരു കളർ ആയിരിക്കും കൺജഷനിൽ. ഓക്കെ, ഇനി ഹൈപ്പറീമിയന്റെ എക്സാമ്പിൾ പറഞ്ഞതാണ് എക്സസൈസിങ് സ്കെലിറ്റൽ മസിൽ ഫിസിയോളജിക്കലി, അല്ലെങ്കിൽ പാത്തോളജി ആണെങ്കിൽ ഇൻഫ്ലമേഷനിലും ദർ ഇസ് വാസോഡൈലിറ്റേഷൻ, അപ്പോ ഹൈപ്പറീമിയ ഉണ്ടാവും. പിന്നെ ബ്ലഷിങ് ഫ്ലഷിങ് ഒക്കെ എന്താണ് ഹൈപ്പറീമിയ തന്നെ. ഇനി കൺജഷന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ കൺജഷൻ ലോക്കൽ കൺജഷൻ ആവാം, അല്ലെങ്കിൽ എന്താ പറയാ സിസ്റ്റമിക് കൺജഷൻ ആവാം. ഓക്കെ, ലോക്കൽ കൺജഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ലിവർ സിറോസിസ് ഉള്ള ഒരാളാണ്. അപ്പൊ ലിവർ സിറോസിസ് ഉണ്ടാകുമ്പോൾ എന്താ, ലിവർ ഒക്കെ ഫൈബ്രോസിസ് നടന്നിട്ട് പോർട്ടൽ വെയിൻ ഒബ്സ്ട്രക്റ്റഡ് ആണ്. ഈ പോർട്ടൽ വെയിൻ ഒബ്സ്ട്രക്റ്റഡ് ആകുമ്പോൾ എന്താ ഉണ്ടാവുക, ഇതൊരു വീനസ് ഒബ്സ്ട്രക്ഷൻ അല്ലേ, അപ്പൊ കൺജഷൻ ഉണ്ടാവുക. ഇത് ലോക്കൽ കൺജഷനാ, കാരണം ആ ലിവർ ആ ഒരു ഏരിയയിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്ന കൺജഷൻ. ഇനിയിപ്പോ സിസ്റ്റമിക് കൺജഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇത് നോക്കട്ടെ. സിസ്റ്റമിക് കൺജഷൻ ഒരു എക്സാമ്പിൾ ആണ് ഹാർട്ട് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ മൊത്തം സിസ്റ്റമിക് കൺജഷനാ. കാരണം ഇവിടെ ഇപ്പോ എന്താ ഉണ്ടാവണത്, ഇത് ഹാർട്ട്, ഈ ഹാർട്ടിലെ സപ്പോസ് ഇവിടെ ലങ്സ്, ഓക്കെ ലങ്സ്, ഓക്കെ ഇവിടെ ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി. ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്, റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. നമുക്ക് ആദ്യം റൈറ്റ് ഹാർട്ട് ഫെയിലിയർ നോക്കാം. ഈ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഇവിടെ പറയുന്നില്ല, നമുക്ക് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ പറയും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോ വല്ല എന്താ പറയാ വെൻട്രിക്കുലർ വാളിന്റെ വല്ല വീക്കെൻഡ് വെൻട്രിക്കുലർ വാൾ. അപ്പൊ വീക്കെൻഡ് വെൻട്രിക്കുലർ വാൾ ആണെന്നുണ്ടെങ്കിൽ എന്താ, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഒക്കെ കുറഞ്ഞു. ഫോർ എക്സാമ്പിൾ മയോകാർഡിയൽ ഇൻഫെക്ഷൻ വന്ന് MI വന്നു കഴിഞ്ഞാല് എന്താ ഇൻഫെക്ഷൻ അല്ല, അതായത് ഇസ്കീമിക് ഡെത്ത് ആയതുകൊണ്ട് ഈ ഹാർട്ടിനൊന്നും ആഡിക്വേറ്റ് ഓക്സിജൻ സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് ഈ വെൻട്രിക്കുലർ വാൾ വീക്കായി. അല്ലെങ്കിൽ എന്തായി, അയോട്ടിക് സ്റ്റിനോസിസ്, ഈ വാൽവ് സ്റ്റിനോസ്ഡ് ആയി. അപ്പോഴൊക്കെ എന്താ ഉണ്ടാവുന്നത്, ദർ ഈസ് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. ഈ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ബ്ലഡ് കെട്ടിക്കിടക്കല്ലേ, ഇപ്പൊ ബ്ലഡിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പമ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാനും പറ്റണില്ല. പോയി ശരിക്കും ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് എത്തേണ്ടത്, പൾമണറി ആർട്ടറി വഴി ലങ്സ്ക്ക് എത്തണം. ഓക്കെ, പക്ഷെ അത് പറ്റണില്ല, കാരണം ഹാർട്ട് ഫെയിൽ ആയിട്ടിരിക്കുകയാണ്, റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. അപ്പൊ ഇവിടെ എന്താ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഹാർട്ട് ഫെയിലിയർ ഏത് ചാമ്പർ ആണോ അഫക്റ്റഡ് ആയത് അതിന്റെ എന്താ പറയാ അപ്സ്ട്രീം ആയിരിക്കും ബ്ലഡ് ഫ്ലോ. അപ്പൊ ഇവിടെ ഈ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ ദർ ഈസ് അപ്സ്ട്രീം എന്താ പറയാ ബ്ലഡ് ഫ്ലോ വിൽ ബി അപ്സ്ട്രീം. അപ്പൊ അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ എന്താ ഉള്ളത്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ് വന്നിട്ടല്ലേ ബ്ലഡ് സപ്ലൈ ചെയ്തത്. അപ്പൊ അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെയല്ലേ പോവുക. അപ്പൊ ഈ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ് വഴി ഈ വീനസ് ബ്ലഡ് തിരിച്ചു പോവാണ്, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് പോവാണ്. അപ്പൊ പോവുമ്പോ ഇത് എങ്ങോട്ടാ പോവുക, ഇത് ഏതൊക്കെ ഓർഗനിക്കാണോ വന്നത് അങ്ങോട്ടാ പോവുക. അതുകൊണ്ടാണ് ഈ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ ദർ ഈസ് സിസ്റ്റമിക് വീനസ് കൺജഷൻ. കാരണം ലിവറിൽ കൺജസ്റ്റഡ് ആവും, സ്പ്ലീൻ, കിഡ്നി എല്ലാ ഓർഗൻസും കൺജസ്റ്റഡ് ആവും എക്സെപ്റ്റ് ഫോർ ലങ്സ്. അപ്പൊ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സിസ്റ്റമിക് വീനസ് കൺജഷൻ. കാരണം റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിൽ ആവുമ്പോൾ ദർ ഈസ് അപ്സ്ട്രീം ബ്ലഡ് ഫ്ലോ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക, തിരിച്ച് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ് വഴി ബ്ലഡ് പോകുമ്പോൾ ഈ വന്ന ഓർഗൻസ്, ഇപ്പൊ ഏതൊക്കെ ഓർഗൻസിൽ നിന്നാണ് വീനസ് ബ്ലഡ് വന്നത് ആ ഓർഗൻസ് തന്നെ പോകുമ്പോൾ അവിടെ വീനസ് ഒബ്സ്ട്രക്ഷൻ നടന്ന്, സോ ദർ ഈസ് ക്രോണിക് വീനസ് കൺജഷൻ ഓഫ് ദാറ്റ് ഓർഗൻസ്. ഏതൊക്കെ ഓർഗൻസ് ആണോ അവിടെ ഒക്കെ ക്രോണിക് വീനസ് കൺജഷൻ. ഇനി ഇത് നോക്ക്, ഈ ഒരു സിറ്റുവേഷൻ നോക്ക്,
ഇവിടെ there is left sided, suppose left sided heart failure ഉണ്ട്, സെയിം റീസൺ, ഒന്നെങ്കിൽ വാൽവിന്റെ സ്റ്റെനോസിസ് അല്ലെങ്കിൽ വെൻട്രിക്കുലർ വാള് വീക്ക്ഡ് ആയി ഡ്യൂ ടു മയോകാർഡിയൽ ഇൻഫെക്ഷൻ. അപ്പോൾ there is left sided heart failure. അപ്പൊ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിൽ ആയി എന്ന് പറയുമ്പോൾ ഈ ഹാർട്ടിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പമ്പ് ചെയ്തിട്ട് അയോട്ട വഴി ബാക്കി ഓർഗൻസിക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, there is upstream, എവിടെയാണ് ഏത് ചേമ്പറിലാണോ പ്രശ്നം അപ്പൊ അപ്സ്ട്രീം ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ എവിടുന്നാ വന്നത് ലങ്സ് നിന്ന് ഓക്സിജനേറ്റ് ചെയ്ത് വന്നതല്ലേ. അപ്പൊ തിരിച്ച് അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഗോയിങ് ബാക്ക് ടു ലങ്സ്. അതുകൊണ്ടാണ് there is pulmonary congestion. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ there is പൾമണറി കൺജഷൻ, കാരണം അപ്സ്ട്രീം ആകുമ്പോൾ പ്രഷർ പോണത് ലങ്സിക്കാണ്, അല്ലെങ്കിൽ ബ്ലഡ് പോണത് ലങ്സിക്കാണ്. സോ there is pulmonary congestion. അപ്പൊ നമുക്ക് we get CVC ലങ്സ്. ഇവിടെ എന്നുണ്ടെങ്കിൽ CVC ലിവർ സ്പ്ലെയിൻ ഒക്കെ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ, ഈ കൺജഷൻ എങ്ങനെയാണ് സിസ്റ്റമിക് കൺജഷൻ വരണമെന്ന് മനസ്സിലായില്ലേ? ഞാൻ ഇത് ഇനി പറയണ. മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതൊന്നല്ല എക്സാമിന് ചോദിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് കൺജഷനില് എന്താ പറയാ കുറച്ച് മോർഫോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ക്രോണിക് വീനസ് കൺജഷൻ, ഇപ്പൊ നമ്മൾ ഹൈപ്പറീമിയ പറഞ്ഞ് കൺജഷൻ പറഞ്ഞു, രണ്ടും എന്താണ്, ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ആണ്. ഹൈപ്പറീമിയ കൺജഷൻ മെക്കാനിസം ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ കൺജഷനില് CVC നമ്മൾ പറഞ്ഞു, വെൻ ദർ ഈസ് ഏത് ഹാർട്ട് ഫെയിൽ ആകുമ്പോൾ CVC ലങ് വരിക, വെൻ ദർ ഈസ് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. ഓക്കെ അല്ലെ? അപ്പൊ വെൻ ദർ ഈസ് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ നമുക്ക് ക്രോണിക് വീനസ് കൺജഷൻ ഓഫ് ലങ് കിട്ടും. ഇനി ഇതിന്റെ മോർഫോളജി ആണ് എക്സാമിന് ചോദിക്കുക. CVC ലങ് ചോദിക്കാം, CVC ലിവർ ചോദിക്കാം, CVC സ്പ്ലീൻ ചോദിക്കാം. ഇതിന്റെ മോർഫോളജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ CVC ലങ്, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തത്, ഇറ്റ് ഈസ് സീൻ ഇൻ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. അത് നമ്മൾ നേരത്തെ കണ്ടതാ. കാരണം ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിൽ ആകുമ്പോൾ ഈ എവിടുന്നാണോ ബ്ലഡ് വന്നത് അങ്ങോട്ട് തന്നെ അപ്സ്ട്രീം ഫ്ലോ ആണ്. അപ്പൊ അതുകൊണ്ട് തിരിച്ച് ലങ്സിക്ക് തന്നെ പോണ കാരണം there is pulmonary congestion. അത് ക്രോണിക് ആവുമ്പോൾ കുറെ കാലം ആകുമ്പോൾ there is chronic venous congestion of lungs. ഇനി ഇത് നമ്മുടെ എന്താ പറയാ ഹിസ്റ്റോപത്തോളജി ആണ്, നമ്മൾ മൈക്രോസ്കോപ്പി HND ആണ് ഇതില് നമ്മളെ ലങ്സിന്റെ മൈക്രോസ്കോപ്പി. അപ്പൊ നോക്ക്, ഇവിടെ ഇത് നോർമൽ അല്ല. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് alveolar septa ഉണ്ടാവും. alveolar septa is due to increased fibrous connective tissue. Why? Because എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാല് ഈ വീനസ് കൺജഷൻ ക്രോണിക് ആയി കഴിഞ്ഞാല് ഇത് കൺജഷൻ അല്ലേ. കൺജഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ ടിഷ്യൂ ഓക്സിജനേറ്റഡ് ആവണില്ല. വീനസ് ബ്ലഡ് ആണ് പൂൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഈ ടിഷ്യൂവിന് ഓക്സിജൻ കിട്ടുന്നില്ല. ദർ ഈസ് ഹൈപ്പോക്സിയ. അപ്പൊ ഹൈപ്പോക്സിയ എന്ന് പറയുമ്പോൾ നമ്മൾ സെൽ ഇഞ്ചുറി പഠിച്ചതാണ്. ഹൈപ്പോക്സിയ ഇസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് സെൽ ഇഞ്ചുറി അല്ലെ. അപ്പൊ ഈ കൺജഷൻ കാരണം, വീനസ് കൺജഷൻ കാരണം ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഉള്ളത് കൊണ്ട് ആ ഓർഗനിന് അല്ലെങ്കിൽ ആ ഏരിയയില് ദർ ഈസ് ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയ കാരണം there is സെൽ ഇഞ്ചുറി. സെൽ ഇഞ്ചുറി നടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഹീലിംഗിന്റെ ഭാഗമായിട്ട് there is ഫൈബ്രോസിസ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ക്രോണിക് ആയതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അത് അക്യൂട്ട് കൺജഷൻ ഞാൻ പറയണില്ല, നമുക്ക് ക്രോണിക് കൺജഷനാ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ക്രോണിക് കൺജഷൻ ആവുമ്പോൾ ഹൈപ്പോക്സിയ കാരണം സെൽ ഇഞ്ചുറി നടക്കുന്നതുകൊണ്ട് there is ഫൈബ്രോസിസ്. അതുകൊണ്ടാണ് ഈ ആൽവിയോളാർ സെപ്റ്റ തിക്കൻഡ് ആവുന്നത്. അപ്പൊ ഒരു മോർഫോളജിക്കൽ ഫീച്ചർ കിട്ടി. ഒന്നെന്താണ്, there is തിക്കൻഡ് ആൽവിയോളാർ സെപ്റ്റ കാരണം there is ഫൈബ്രോസിസ്. ഇനി അടുത്തത് there is എന്താ പറയാ ആൽവിയോളാർ എഡീം ഉണ്ടാവും ട്ടോ. അതിപ്പോ ഓക്കെ, കൺജസ്റ്റഡ് കാപ്പിലറീസ് ഇൻ ദ ആൽവിയോളാർ സെപ്റ്റ. അത് ഓക്കെയാണ്. കൺജഷനിൽ there is കൺജസ്റ്റഡ് കാപ്പിലറീസ്. അതാണല്ലോ നടക്കുന്നത്. അൾട്ടിമേറ്റ്ലി കൺജഷൻ ആണല്ലോ, വെന്യൂൾസ് കൺജസ്റ്റഡ് ആവും. പിന്നെ there will be alveolar edema ഉണ്ടാവും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കൺജഷൻ അല്ലേ. കൺജഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് ആണ് പൂൾ ചെയ്ത് നിൽക്കുന്നത്. ബ്ലഡ് പൂൾ ചെയ്ത് നിൽക്കുമ്പോ എന്താ, നമ്മൾ ഫസ്റ്റ് ഒരു സംഭവം കണ്ടില്ലേ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബ്ലഡ് വോളിയം. അപ്പൊ ബ്ലഡ് കൂടി നിൽക്കുകയാണ്. അപ്പൊ there is increased ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അപ്പൊ എന്താണ് ഉള്ളത്, ഓങ്കോട്ടിക് പ്രഷർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്നുള്ള ആ ഒരു ബാലൻസ് പോയി. അപ്പൊ ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ലീഡ്സ് ടു എന്താ പറയാ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലോ. നെറ്റ് ഔട്ട്വേർഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ എക്സ്ട്രാവാസ്കുലർ ടിഷ്യൂൽക്ക്, അതായത് ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ആൽവിയോളാർ ഇൻഡസ്ട്രീഷ്യത്തിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആൽവിയോളാർ ഇൻഡസ്ട്രീഷ്യത്തിൽ there is edema. ഓക്കെ, അപ്പൊ there is alveolar edema ഉണ്ടാവും, ഇന്റർസ്റ്റീഷ്യൽ edema ഉണ്ടാവും, തിക്കനിങ് ഓഫ് ദ സെപ്റ്റ ഡ്യൂ ടു ഫൈബ്രോസിസ് നടക്കും. പിന്നെ ഇവിടെ വീനസ് കൺജഷൻ, ഈ കാപ്പിലേഴ്സ് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് റപ്ചർ, കുറച്ചിങ്ങനെ എന്താ പറയാ ഈ കുറച്ച് ഏരിയസ് ഓഫ് ഹെമറേജസ് ഒക്കെ ഉണ്ടാവും ഡ്യൂ ടു റപ്ചറിങ് ഓഫ് ദിസ് കൺജസ്റ്റഡ് വെസൽസ്. അപ്പൊ ഈ കൺജസ്റ്റഡ് വെസൽസ് റപ്ചർ ആകുമ്പോൾ there is റിലീസ് ഓഫ്
എന്താ പറയാ റപ്ചർഡ് RBCs. ഈ റപ്ചർഡ് RBC there is release of hemosiderin. അപ്പൊ ഈ hemosiderin is taken by the macrophages of alveoli. Alveolar macrophages ഈ hemosiderin എടുക്കും. അങ്ങനെ അതാണ് ഇതാ കണ്ടില്ലേ. These are the alveolar macrophages who have taken up the hemosiderin and they are called heart failure cells. അപ്പൊ ഇതാണ് ഹാർട്ട് ഫെയിലിയർ സെൽസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മളടുത്ത് ചോദിക്കും ഏത് ഓർഗനിലെ ഹാർട്ട് ഫെയിലിയർ സെൽസ് കാണുന്നത്. ഹാർട്ട് ഫെയിലിയർ സെൽസ് ആർ നോട്ട് സീൻ ഇൻ ദ ഹാർട്ട് ബട്ട് ഇൻ ദ ലങ്സ്. കാരണം ഇതിന് എന്തുകൊണ്ട് ഹാർട്ട് ഫെയിലിയർ സെൽസ് എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് സീൻ ഇൻ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ കാരണമാണ് വി ഗോട്ട് ക്രോണിക് വീനസ് കൺജഷൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹാർട്ട് ഫെയിലിയർ സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മൈക്രോസ്കോപ്പി. അപ്പൊ മൈക്രോസ്കോപ്പി മനസ്സിലായി എന്ന് വിചാരിക്കണം. ഒന്ന് എന്താ പറയാ കൺജഷൻ കാരണം ഇൻക്രീസ്ഡ് ബ്ലഡ് വോളിയം ആണ്. അപ്പൊ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടിയതുകൊണ്ട് എഡീമ ഉണ്ട് ഒരു പോയിന്റ്. ഒരെണ്ണം ഹൈപ്പോക്സിയ കാരണം സെൽ ഇഞ്ചുറി നടന്നുകൊണ്ട് ദർ ഇസ് ഫൈബ്രോസിസ്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺജഷൻ ആണ്. അപ്പൊ ഈ എന്താ പറയാ ബ്ലഡ് വെസൽസ് ഒക്കെ കൺജസ്റ്റഡ് ആയിട്ട് there is rupture of blood vessels and release of ruptured RBC. അപ്പൊ ruptured RBC there is release of hemosiderin which is taken up by the alveolar macrophages and they form heart failure cells. 3 പോയിന്റ് in the microscopy. CVC lung microscopy 3 പോയിന്റ്. ഗ്രോസ് അപ്പിയറൻസ് ഏത് ഓർഗൻ ആണെങ്കിലും കൺജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ there is increased blood in the tissue. അപ്പൊ ഓർഗൻ ഭയങ്കര enlarged ആയിരിക്കും, ഹെവി ആയിരിക്കും. അത് ഏത് ഓർഗൻ ആണെങ്കിലും അങ്ങനെ എഴുതാം. അപ്പൊ ഗ്രോസ് ആയിട്ട് പറയുമ്പോൾ ലങ്സ് ആർ ഹെവി ഫേം കാരണം there is congested blood അല്ലെ. ഉള്ളിൽ കൺജസ്റ്റഡ് ബ്ലഡ് ഉള്ളതുകൊണ്ട് എന്തായാലും ഓർഗൻ ഹെവി ആയിരിക്കും, ഫേം ആയിരിക്കും. ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ ഈ ലങ് നമ്മൾ സെക്ഷൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കുറെ ഫൈബ്രോസിസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഏരിയാസ് ഓഫ് ഫൈബ്രോസിസ് വി സീ ഇറ്റ് ആസ് റസ്റ്റി ബ്രൗൺ ഏരിയാസ്. അപ്പൊ ഈ റസ്റ്റി ബ്രൗൺ ഏരിയാസ് ഇതാ ഇങ്ങനെ കാണും കണ്ടാ. ദിസ് ഈസ് കോൾഡ് ബ്രൗൺ ഇൻഡ്യൂറേഷൻ ഓഫ് ലങ്. അപ്പൊ നമുക്ക് ചിലപ്പോ ഞാൻ MCQs ഒക്കെ കണ്ടിട്ടുണ്ട് ഈ ബ്രൗൺ ഇൻഡ്യൂറേഷൻ ഓഫ് ലങ്സ് സീൻ ഇൻ വിച്ച് കണ്ടീഷൻ? ക്രോണിക് വീനസ് കൺജഷൻ ലങ്. അപ്പൊ മൈക്രോസ്കോപ്പിൽ നമുക്ക് 3 പോയിന്റ്. ഗ്രോസിൽ മെയിൻ ആയിട്ട് ഏത് ഓർഗൻ ആണെങ്കിലും ഹെവി ആണെന്ന് എഴുതാ. പിന്നെ എന്താ ഇവിടെ ഫൈബ്രോസിസ് കാരണം ദേ ആർ ഗ്രോസ്ലി ദേ ആർ സീൻ ആസ് ബ്രൗൺ ഇൻഡ്യൂറേഷൻ. അപ്പൊ ഇത് മനസ്സിലായി വിചാരിക്കണം. ക്രോണിക് വീനസ് കൺജഷൻ. ഓക്കെ, ഇനി CVC ലങ്. അപ്പൊ ഒരെണ്ണം കഴിഞ്ഞു CVC എന്താ ഓക്കെ CVC ലങ് കഴിഞ്ഞു. ഇനി CVC ലിവർ. ഓക്കെ, CVC ലിവർ ഗ്രോസ് എന്താ? ഗ്രോസ് ഓക്കെ അതിന്റെ മുന്നേ CVC ലിവർ ഏത് സിറ്റുവേഷനിലാണ് കാണുക? ഇറ്റ് ഈസ് സീൻ ഇൻ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ അല്ലേ? ഇറ്റ് ഈസ് സീൻ ഇൻ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, ഇനി ഗ്രോസ് എന്ന് പറയുമ്പോൾ ഏത് ഓർഗൻ ആണെങ്കിലും ഓർഗൻ എൻലാർജ്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഓർഗൻ വിൽ ബി എൻലാർജ്ഡ് ആൻഡ് ടെൻസ് ആയിട്ടുണ്ടാവും. ഇനി നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ലങ്സിൽ നമ്മൾ കണ്ടത് ഫൈബ്രോസിസ് ഉള്ള കാരണം നമുക്ക് കുറെ ബ്രൗൺ ഇൻഡ്യൂറേഷൻ കിട്ടി. പക്ഷെ ലിവറിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിങ് ആണ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദർ ഇസ് റെഡ് ആൻഡ് യെല്ലോ മോട്ടിൽഡ് അപ്പിയറൻസ് മെയിൻലി ഡ്യൂ ടു കൺജസ്റ്റഡ് സെന്റർ ഓഫ് ലോബ്യൂൾസ് ആൻഡ് ഫാറ്റി പെരിഫറൽ സോൺ. അത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ മുന്നേ ഈ ഒരു അപ്പിയറൻസിൽ ഈ റെഡ് ആൻഡ് യെല്ലോ മോട്ടിൽഡ് അപ്പിയറൻസ് ഈ കണ്ടത് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ദിസ് ഇസ് കോൾഡ് നട്ട്മെഗ് ലിവർ. ഓക്കെ, ഇനി എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വെച്ചാൽ കാണാം. ഓക്കെ, സപ്പോസ് ഇതൊരു ഹെപ്പാറ്റോസൈറ്റ് ആണ്. ഓക്കെ, ഇതൊരു ഹെപ്പാറ്റോസൈറ്റ് ആണ്. ഇവിടെ ഇതിന്റെ കോർണേഴ്സിലൊക്കെ ആയിട്ട് വി ഹാവ് പോർട്ടൽ ട്രയാഡ് അല്ലെ. ഓരോ ഹെപ്പാറ്റോസൈറ്റിലും ഈ ഹെപ്പാറ്റോസൈറ്റ്സിനൊക്കെ ഒരു ഹെക്സഗണൽ ആർക്കിടെക്ചർ ആട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ദീസ് ആർ ദ പോർട്ടൽ ട്രയാഡ് ഉണ്ട്. പിന്നെ 10 മിനിറ്റിൽ മീറ്റിംഗ് കഴിയും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പോർട്ടൽ ട്രയാഡ് ഉണ്ട്. ഇവിടെ നമുക്ക് സെൻട്രൽ വെയിൻ ഉണ്ട്. ഓക്കെ, ഈ പോർട്ടൽ ട്രയാഡിലൊക്കെ വി ഹാവ് എന്താ പറയാ 3 സാധനങ്ങളുണ്ട്. വൺ ഈസ് ബൈൽ ഡക്ട്, പിന്നെ ഹെപ്പാറ്റിക് ആർട്ടറി, പോർട്ടൽ വെയിൻ. ഓക്കെ, ബൈൽ ഡക്ട്, ഹെപ്പാറ്റിക് ആർട്ടറി, പോർട്ടൽ വെയിൻ, ഇത് സെൻട്രൽ വെയിൻ ആണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹെപ്പാറ്റോസൈറ്റില് ഇവിടെ എന്താ ആർട്ടറി ഉള്ളത് പോർട്ടൽ ട്രയാഡിലാണ്. ഈ എല്ലാ പോർട്ടൽ ട്രയാഡിലും മാത്രമേ ആർട്ടറി ഉള്ളൂ, ഈ ഹെപ്പാറ്റിക് ആർട്ടറി എല്ലാ പോർട്ടൽ ട്രയാഡിലുള്ളൂ. സെൻട്രൽ എന്താണ്? സെൻട്രൽ വെയിൻ ആണ്. അപ്പൊ ദ ഏരിയ വിച്ച് ഇസ് മോർ പ്രോൺ ടു എന്താ ഹൈപ്പോക്സിയ ഇൻഡ്യൂസ്ഡ് ഇസ്കീമിയ അല്ലെങ്കിൽ ഇസ്കീമിയ ഇൻഡ്യൂസ്ഡ് ഹൈപ്പോക്സിയ ഇസ് സെൻട്രൽ വെയിൻ അല്ലെ. കാരണം ഈ സെൻട്രൽ ഏരിയയില് കുറച്ച് പ്രയാസമാണ് ബ്ലഡ് സപ്ലൈ എത്താൻ. ഇതുവരെ എത്തണം, ഇവിടുന്ന് വേണം ഇങ്ങോട്ട് ബ്ലഡ് സപ്ലൈ എത്താൻ.
അപ്പൊ ഈ സെൻട്രൽ ഏരിയ ഇസ് മോർ പ്രോൺ. പക്ഷെ ഈ പെരിപോർട്ടൽ ഏരിയ അല്ലേ, ഈ പെരിപോർട്ടൽ ഏരിയ ലെസ് പ്രോൺ ടു ഇസ്കീമിയ. പക്ഷെ ഈ സെൻട്രൽ ഏരിയ സെൻട്രൽ ഏരിയ എന്ന് പറയുന്നത് മോർ പ്രോൺ ടു ഇസ്കീമിയ. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എന്താ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാല് ഈ സെൻട്രൽ ഏരിയ അല്ലേ, സെൻട്രൽ ഏരിയയില് ഇസ്കീമിയ ഇൻഡ്യൂസ്ഡ് ഹൈപ്പോക്സിയ പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് തന്നെ ഹൈപ്പോക്സിയ ഇസ് എ ട്രിഗറിംഗ് ഫാക്ടർ ഫോർ സെൽ ഇഞ്ചുറി. അപ്പൊ അവിടെ സെൽ ഇഞ്ചുറി നടക്കും, ആ ഏരിയ നെക്രോസ്ഡ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ റെഡ് അപ്പിയറൻസ്, നെക്രോസ്ഡ് ആവും. പക്ഷെ ഈ പെരിഫറിയിൽ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഹൈപ്പോക്സിയ ലെസ് മാർക്ക്ഡ് ആണ്. അപ്പൊ ലെസ് മാർക്ക്ഡ് ആവുമ്പോൾ ദർ ഇസ് ഓൺലി റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി. റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിന്റെ ഒരു മൈക്രോസ്കോപ്പിക് ഹോൾമാർക്ക് ആണ് ഫാറ്റി ചേഞ്ച്. അതറിയണ്ടാവും, ഫാറ്റി ചേഞ്ച്. അതുകൊണ്ടാണ് ഈ റെഡ് യെല്ലോ മോട്ടിലിംഗ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് സീൻ ഇൻ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ, അത് നേരത്തെ മനസ്സിലായിണ്ടാവും. പിന്നെ ഏത് ഓർഗൻ ആണെങ്കിലും എല്ലാത്തിനും ടെൻസ് ആയിട്ടുണ്ടാവും. കട്ട് സർഫസ് ഷോ റെഡ് ആൻഡ് യെല്ലോ മോട്ടിലിംഗ്, ദിസ് കോൾഡ് നട്ട്മെഗ് ലിവർ. അതാണ് ഈ അപ്പിയറൻസ്. ഓക്കെ, ഹിസ്റ്റോളജിയിൽ ഒന്നുമില്ല, ഇതന്നെ പറയണത്. സെൻട്രി ലോബുലാർ ഹെമറേജിക് നെക്രോസിസ്, കാരണം സെൻട്രൽ ഏരിയയിൽ ദർ ഹാപ്പൻസ് ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി. ഹൈപ്പോക്സിയ ഇസ് മോർ പ്രോൺ ആയതുകൊണ്ട്, സെൻട്രൽ വെയിനിൽ ചുറ്റും ഹൈപ്പോക്സിയ മോർ പ്രോൺ ആയതുകൊണ്ട് ദർ ഇസ് ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി, ദാറ്റ് ഈസ് നെക്രോസിസ്. പക്ഷെ ഈ പെരിപോർട്ടലിൽ ഓൺലി ഫാറ്റി ചേഞ്ചസ് ഹാപ്പനിങ്, കാരണം ഹൈപ്പോക്സിയ ഇസ് ലെസ് ഇൻഡ്യൂസ്ഡ്, അപ്പോൾ റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി. ഓക്കെ, ഇനി ലാസ്റ്റ് ഓർഗൻ, നമ്മൾ കൺജഷനിൽ ലാസ്റ്റ് ഓർഗൻ ആണ് CVC സ്പ്ലീന്. അപ്പൊ CVC സ്പ്ലീനിൽ പ്രത്യേകിച്ച് ഗ്രോസിൽ ഒന്നുമില്ല, എല്ലാ ഓർഗൻ പോലെ തന്നെ എൻലാർജ്ഡ് ആയിരിക്കും, ടെൻസ് ആയിരിക്കും, അത് പറയാ. പിന്നെ ഒരു ഗ്രേ ടാൻ ആയിരിക്കും. ലിവറിൽ നമുക്ക് എന്താ പറയാ, ലങ്സിൽ നമുക്ക് ബ്രൗൺ ഇൻറ്റുറേഷൻ കിട്ടി. ലിവറിൽ നമുക്ക് റെഡ് ആൻഡ് യെല്ലോ മോട്ടിലും കിട്ടി, നട്ട്മെഗ് അപ്പിയറൻസ്. സ്പ്ലീനിൽ ഒരു ഗ്രേ ടാൻ ആണ്, ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും, ദർ ഇസ് എ ഗ്രേ ടാൻ. ഓക്കെ, അപ്പൊ അതാണ് ഗ്രോസിൽ പറയാനുള്ളത്. എല്ലാ ഓർഗനിലും പോലെ തന്നെ എൻലാർജ്ഡ് ആയിരിക്കും, പിന്നെ ഗ്രേ ടാൻ ഗ്രോസിൽ. CVC spleen is seen in right sided heart failure, ഓൾറെഡി പറഞ്ഞതാ. മൈക്രോസ്കോപ്പി നോക്കട്ടെ. മൈക്രോസ്കോപ്പിയിൽ ഒരു ഇമ്പോർട്ടന്റ് സംഭവമാണ് ഗാംന ആന്റിബോഡീസ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്പ്ലീനിൽ എന്താ റെഡ് പൾപ്പും ഉണ്ട്, വൈറ്റ് പൾപ്പും ഉണ്ട്. പക്ഷെ ഇവിടെ എഫക്റ്റഡ് ആവുക ഏതായിരിക്കും? ഇവിടെ റെഡ് പൾപ്പ് എഫക്റ്റഡ് ആവുക. കാരണം വൈറ്റ് പൾപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് വൈറ്റ് പൾപ്പ്. വൈറ്റ് പൾപ്പ് ഒക്കെ ഈ ലിംഫ് നോഡ്സാ. ലിംഫ് നോഡ്സിന് പ്രത്യേകിച്ച് കൺജഷനിലൊന്നും ചെയ്യാനില്ല. കൺജഷൻ എപ്പോഴും ഈ ബ്ലഡ് വെസൽസ്, സൈനസോയിഡ്സ് ഉള്ളിടത്താണ് നടക്കുക. അപ്പൊ ഈ റെഡ് പൾപ്പിലാണ് ഈ സൈനസോയിഡ്സ് ഉള്ളത്. അതുകൊണ്ട് കൺജഷൻ എവിടെ നടക്കുക? റെഡ് പൾപ്പിലാണ് നടക്കുക. അപ്പൊ അത് നോട്ട് ചെയ്യാം. കാരണം വൈറ്റ് പൾപ്പ് ലിംഫ് നോഡ്സ് ആയതുകൊണ്ട് ഇവിടെ കൺജഷൻ ആണല്ലോ. കൺജഷൻ എന്ന് പറഞ്ഞാൽ സൈനസോയിഡ്സില, വീനസ് സൈനസില നടക്കുള്ളൂ. അപ്പൊ റെഡ് പൾപ്പ് ഈസ് ഇൻവോൾവ്. പിന്നെ ഇവിടെ ഈ ട്രബക്യുലോ ഒക്കെ ഇല്ലേ, ട്രബക്യുലോ ഒക്കെ എന്തായിട്ടുണ്ടാവും വെച്ച് കഴിഞ്ഞാല് ഈ ഇഞ്ചുറി, ഹൈപ്പോക്സി ഇൻഡ്യൂസ്ഡ് ഇഞ്ചുറി കാരണം ഫൈബ്രോസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ഫൈബ്രസ് ട്രബക്യുലയില് ഈ റപ്റ്റഡ് RBC എന്ന് വരുന്ന ഹീമോസിഡ്രിയം ഒന്ന് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാല് ഇറ്റ് ലുക്സ് ലൈക്ക് എന്താ പറയാ, ഇറ്റ് ബിക്കംസ് എൻ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ. അതിനാണ് നമ്മൾ ഗാംന ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ല, ഈ ഫൈബ്രസ് ട്രബക്യുല, ഫൈബ്രസ് ഹൈപ്പോക്സി ഇൻഡ്യൂസ്ഡ് ഫൈബ്രോസിസ് വന്നതുകൊണ്ട് ഈ ഫൈബ്രസ് ട്രബക്യുലയില് റപ്ചേർഡ് RBC എന്ന് വരുന്ന ഹീമോസിഡ്രിൻ പിഗ്മെന്റ് അലോങ് വിത്ത് കാൽഷ്യം ഡിപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ദേ ഫോം ഗാംന ആന്റിബോഡീസ് ഓർ സിഡ്രോഫൈബ്രോട്ടിക് നോഡ്യൂൾസ്. സിഡ്രോ എന്ന് പറയാൻ കാരണം ഹീമോസിഡ്രിൻ, പിന്നെ ഫൈബ്രോട്ടിക് എന്ന് പറയാൻ കാരണം ഫൈബ്രസ് ട്രബക്യുലയിൽ ഡിപ്പോസിറ്റഡ് ആവുന്നത്. ഗാംന ആന്റിബോഡീസ് ഓർ സിഡ്രോട്ടിക് നോഡ്യൂൾസ്. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഹൈപ്പറീമിയൻ കൺജഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ ത്രോംബോസിസിന്റെ പാട്ടിൽ കിടക്കണം. അപ്പൊ ഇതുവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഹീമോസ്റ്റാസിസ് നോക്കല്ലേ. ഓക്കെ, അപ്പൊ ഹീമോസ്റ്റാസിസ് എന്ന് പറയുമ്പോ ഇത് കുറച്ച് നമ്മള് എന്താ പറയാ, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിൽ കുറെ കാര്യങ്ങൾ അറിയാത്തുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഓർഡറിൽ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ത്രോംബോസിസ് പറയാത്തത്. ത്രോംബോസിസ് ആണ് നമുക്ക് എക്സാമിന് വേണ്ടത്. പക്ഷെ ത്രോംബോസിന്റെ പല കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഹീമോസ്റ്റാസിസ് അറിയണം. അപ്പൊ ഈ നോർമൽ ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ, അതില് എന്താ പറയാ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രിസൈസ്ലി ഓർക്കസ്ട്രേറ്റഡ് പ്രോസസ്. ഇതില് ഈ ഹീമോസ്റ്റാസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് മൂന്ന് റിക്വയർമെന്റ്സ് ഉണ്ട്. ഒരെണ്ണം പ്ലേറ്റ്ലെറ്റ് വേണം, പിന്നെ എൻഡോത്തീലിയം, ഒരു ഇൻടാക്ട് എൻഡോത്തീലിയം, അങ്ങനെ അല്ലെങ്കിൽ ഒരു എൻഡോത്തീലിയം വേണം, കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്. ഈ 3 ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഹീമോസ്റ്റാസിസ് ഈ പെർഫെക്റ്റ് ആയിട്ട് നടക്കുള്ളൂ. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സ്, എൻഡോത്തീലിയം ആൻഡ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്.
ഇനി ആ സീക്വൻസ് ഓഫ് ഇവന്റ്സ് പറയാണ്. അപ്പോ ഈ ഹീമോസ്റ്റാസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ ഉണ്ടാവുക? ഈ ഫസ്റ്റ് ദർ ഇസ് എൻ എൻഡോത്തീലിയൽ ഇഞ്ചുറി, അല്ലെങ്കിൽ ദർ ഇസ് എ വാസ്കുലർ, ഇതാണ് നമ്മുടെ ബ്ലഡ് വെസൽ, ആൻഡ് ദർ ഇസ് എ വാസ്കുലർ ഇഞ്ചുറി. ഇവിടെയാണ് ഇഞ്ചുറി നടന്നിട്ടുള്ളത്. അപ്പൊ ഇഞ്ചുറി നടന്ന വഴിക്ക് തന്നെ ദർ ഈസ് എ റിഫ്ലെക്സ് വാസോ കൺസ്ട്രക്ഷൻ. അതെന്തിനാ? ഫർദർ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു വാസ്കുലർ ഇഞ്ചുറിയെ കിട്ടിയത്. അപ്പൊ ഈ വാസ്കുലർ ഇഞ്ചുറി കിട്ടിക്കഴിഞ്ഞാൽ ആ ഏരിയ ബ്ലീഡ് ചെയ്യും. അപ്പൊ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഇസ് എ റിഫ്ലെക്സ് വാസോ കൺസ്ട്രക്ഷൻ. ഇതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോത്തീലിയം റിലീസസ് a potent vasoconstrictor endothelin. അപ്പോ എന്തുണ്ടായത്? വാസ്കുലർ ഇഞ്ചുറി ഉണ്ടായി, എൻഡോത്തിലിൻ റിലീസ് ചെയ്ത്. ഈ എൻഡോത്തിലിൻ ഇസ് എ പൊട്ടന്റ് വാസോകൺസ്ട്രിക്ടർ. അപ്പോ ഇറ്റ് കോസ്ഡ് റിഫ്ലെക്സ് വാസോ കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അത്. ഇനി ഈ റിഫ്ലെക്സ് വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് അവിടെ ഉണ്ടാവില്ല. ഫുൾ ടൈം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. ഒരു ട്രാൻസിയൻ ഫിനോമിനൻ ആണ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ആ ഒരു ടൈമിൽ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ നടന്ന് ക്ലോട്ട് ഫോം ചെയ്യണം. കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിഫ്ലെക്സ് വാസോ കൺസ്ട്രക്ഷൻ റിലീവ്ഡ് ആവും, അത് പോവും. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു പ്രൈമറി ഹീമോസ്റ്റാസിസ് അല്ലെങ്കിൽ ഒരു പ്രൈമറി ക്ലോട്ട് ഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് വാസോ കൺസ്ട്രക്ഷൻ. ഇത് ഓക്കെയാന്ന് വിചാരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് വാസോ കൺസ്ട്രക്ഷൻ. ഒരു വാസ്കുലർ ഇഞ്ചുറി ഉണ്ടായി. വാസ്കുലർ ഇഞ്ചുറി ഉണ്ടായപ്പോ എൻഡോത്തീലിയം റിലീസ്ഡ് എൻഡോത്തിലിൻ. എൻഡോത്തിലിൻ എന്ത് ചെയ്ത് ഈ ആർട്ടീരിയോളർ സ്മൂത്ത് മസിലിൽ ആക്ട് ചെയ്തിട്ട് ഇറ്റ് കോസ്ഡ് വാസോ കൺസ്ട്രക്ഷൻ. ഇനി എന്താണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ ഇപ്പൊ വാസോ കൺസ്ട്രക്ഷൻ നടന്ന്, ഈ വാസോ കൺസ്ട്രക്ഷൻ നടന്ന് പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ ഇപ്പൊ വാസ്കുലർ ഇഞ്ചുറി അല്ല ഉണ്ടായത്. ഈ ഇഞ്ചുറി ഉണ്ടായപ്പോ നമ്മുടെ എൻഡോത്തീലിയം പോയി. എൻഡോത്തീലിയം പോയിട്ട് ഇപ്പൊ ആകെ കാണുന്നത് സബ് എൻഡോത്തീലിയം ആണ്. ഈ ഒരു ഏരിയ ഓഫ് ഇഞ്ചുറിയിൽ സബ് എൻഡോത്തീലിയം ആണുള്ളത്. ഈ സബ് എൻഡോത്തീലിയത്തില് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറും കൊളാജനും ഉണ്ട്, ആൻഡ് ദേ ബോത്ത് ഗെറ്റ് എക്സ്പോസ്ഡ്. ഈ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറും കൊളാജനും എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്ലേറ്റ്ലെറ്റ്സ് ഇല്ലേ, പ്ലേറ്റ്ലെറ്റ്സുമേ എന്തുണ്ട്? വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ റിസെപ്റ്റർ ഉണ്ട്, കൊളാജൻ റിസെപ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പോ പ്ലേറ്റ്ലെറ്റ് വിൽ അഡിയർ ടു വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ആൻഡ് കൊളാജൻ. എന്നിട്ട് പ്ലേറ്റ്ലെറ്റ് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യും ആ ഒരു ഏരിയയിൽ. ഇനി എന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വൺസ് പ്ലേറ്റ്ലെറ്റ് വന്ന് അഡിഷൻ നടന്നു കഴിഞ്ഞാല് ദോസ് പ്ലേറ്റ്ലെറ്റ്സ് ഗെറ്റ് ആക്ടിവേറ്റഡ്. അപ്പൊ അഡിയേറ്റ് പ്ലേറ്റ്ലെറ്റ്സ് ഗെറ്റ് ആക്ടിവേറ്റഡ്. ഇനി ഈ ആക്ടിവേഷൻ നടന്നു കഴിഞ്ഞാല് ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യും? അവര് അവര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഒരു കൺഫർമേഷണൽ ചേഞ്ച് നടക്കുകയാണ്. കൺഫർമേഷൻ ചെയ്യുന്ന അവർക്ക് നോർമൽ ഉള്ള ഒരു അവർക്ക് നോർമൽ ഉള്ള ഒരു ഷേപ്പ് പോയിട്ട് അവരൊരു എന്താ പറയാ, ഒരു സീ എർച്ചിൻ ഷേപ്പ് ആവും. അതിപ്പോ എന്താ, അവര് ഒരു ഫ്ലാറ്റ് വിത്ത് കുറച്ച് സ്പൈക്സ്, അങ്ങനത്തെ ഒരു ഷേപ്പ് ആവും. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഗ്ലൈക്കോപ്രോട്ടീൻ അത് ഓക്കെ ലെസ് ദാൻ 1 മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ,